ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. പൂച്ചയ്ക്ക് ആരും മണി കെട്ടും. പണ്ട് ഒരു പഴയ തറവാട്ടിലെ തട്ടിൻപുറത്ത് ഒരു വലിയ എലിക്കൂട്ടം താമസിച്ചിരുന്നു. അവിടെ ചുരുളനെന്നും മീശനെന്നും പേരുള്ള 2 കുട്ടിയെലികളായിരുന്നു ഏറ്റവും വലിയ കുസൃതിക്കാർ. അവർക്ക് ആ വീട്ടിലെ അടുക്കള ഒരു സ്വർഗമായിരുന്നു. നല്ല വറുത്ത ഉപ്പേരിയും ശർക്കര വരട്ടിയും ഒക്കെ കട്ടുതിന്ന് അവരവിടെ അടിച്ചു പൊളിച്ചു നടന്നു. പക്ഷേ അവരുടെ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ഒരു ദിവസം ആ വീട്ടിലേക്ക് കരിമ്പൻ എന്നൊരു വലിയ കറുത്ത പൂച്ച വന്നു. കരിമ്പൻ വന്നതോടെ എലികളുടെ പുറത്തിറങ്ങൽ നിന്നു. അവൻ പതുങ്ങിയിരുന്ന് ഓരോരുത്തരെയായി പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്നു വരിക്കുമല്ലോ, മീശൻ സങ്കടത്തോടെ പറഞ്ഞു. അങ്ങനെ എലികളെല്ലാം കൂടി ഒരു അടിയന്തര യോഗം ചേർന്നു. പ്രായമായ എലിക്കാരനവർ അധ്യക്ഷനായി. ഓരോ എലിയും ഓരോ വിദ്യകൾ പറഞ്ഞു. നമുക്ക് പൂച്ചയുടെ ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലർത്താം, ഒരെലി പറഞ്ഞു. വേണ്ട, നമുക്ക് പൂച്ചയുടെ വാലിൽ കല്ല് കെട്ടിയിടാം, മറ്റൊരാൾ പറഞ്ഞു. പക്ഷെ അതൊന്നും നടപ്പുള്ള കാര്യമായിരുന്നില്ല. അപ്പോഴാണ് ചെറിയ എലിയായ ചുരുളൻ ഒരു ഐഡിയയുമായി വന്നത്. അവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, എല്ലാവരും കേൾക്കൂ, നമുക്ക് ആ പൂച്ചയുടെ കഴുത്തിൽ കിലുങ്ങുമൊരു മണി കെട്ടാം. അവൻ നടക്കുമ്പോൾ കിളിങ് കിളിങ് എന്ന് ശബ്ദം കേൾക്കും. അപ്പോൾ അവൻ വരുന്നത് നമുക്ക് മുൻകൂട്ടി അറിയാമല്ലോ. ഹായ്, എന്തു നല്ല ബുദ്ധി! എല്ലാ എലികളും ആവേശത്തോടെ തുള്ളിച്ചാടി. ചിലർ ചുരുളനെ തോളിലേറ്റി നൃത്തം ചെയ്തു. തട്ടിൻപുറം മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അപ്പോഴാണ് കൂട്ടത്തിലെ ഏറ്റവും പ്രായം ചെന്ന കാരണവർ മെല്ലെ തൊണ്ടയനക്കി എഴുന്നേറ്റത്. എല്ലാവരും നിശബ്ദരായി. അദ്ദേഹം ചോദിച്ചു, മക്കളെ, നിങ്ങളുടെ ഐഡിയ കേമമാണ്. മണി കിലുങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ആരാണ് ആ മണിയുമായി പോയി പൂച്ചയുടെ കഴുത്തിൽ കെട്ടുന്നത്? ആ നിമിഷം ആ തട്ടിൻപുറത്തൊരു ഈച്ച പറക്കുന്ന ശബ്ദം പോലും കേൾക്കാത്ത അത്രയും നിശബ്ദത പടർന്നു. ഓരോരുത്തരും മെല്ലെ പിന്നോട്ട് വലിഞ്ഞു. ചുരുളൻ പോലും തന്റെ മാളത്തിലേക്ക് പമ്മി ഒളിച്ചു. പറയുന്നത് പോലെ എളുപ്പമല്ല പ്രവർത്തിക്കുന്നത് എന്നവർക്ക് അന്ന് മനസ്സിലായി. ഗുണപാഠം: പറയുന്നത് പോലെ എളുപ്പമല്ല പ്രവർത്തിക്കുന്നത്. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥ